എൻ്റെ പേര് അഹമ്മദ് ഷെരീഫ്. ഹായ് എല്ലാവർക്കും ഹായ് 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 എല്ലാവർക്കും ഹായ്. ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. പുനർപതനത്തിൽ നിന്ന് മോചനം, ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു പുനർപതനം, ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്ന ആളുകളെ നമ്മൾ ഒരു സർവേക്കും വിധേയമാക്കാറില്ല. കാരണം അവർ കുടിച്ചിട്ടുണ്ടോയെന്നോ, അല്ലെങ്കിൽ റിലാപ്സ് ആയിട്ടുണ്ടോയെന്നോ, അല്ലെങ്കിൽ സ്ലിപ്പ് ആയിട്ടുണ്ടെന്നോ, അങ്ങനെയൊന്നുമുള്ള ഒരു സർവേയും നമ്മൾ എടുക്കാറില്ല. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഫെലോഷിപ്പ് എടുക്കാറില്ല. പക്ഷേ ചില ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളൊക്കെ എടുക്കുന്ന സർവേയിൽ പറയുന്നത് ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലൂടെയോ അല്ലെങ്കിൽ പിന്നെ ട്രീറ്റ്മെൻറ്റിലൂടെയോ ഒക്കെ കടന്നു പോകുന്ന സുബോധത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ റിലാപ്സ് ആകുന്നതിൻ്റെ കണക്ക് അവർ പറയുന്നുണ്ട്. ഏകദേശം 100 ആൾ ഒരു ചികിത്സ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അതിൽ 64 ആളുകൾ വീണ്ടും റിലാപ്സ് ആയി പോകുന്നുണ്ട് ഒരു വർഷത്തിനിടയിൽ. അപ്പോൾ 2 വർഷം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുറച്ചുകൂടി കൂടും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കണക്ക്. എന്തായാലും ആ കണക്കിലേക്കൊന്നല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ഏലുള്ള ആളുകൾ, ഞാനടക്കം ഒരു സ്ലിപ്പ് സംഭവിച്ച വ്യക്തിയാണ്. അപ്പോൾ ഈ സ്ലിപ്പ് എന്താണ്, റിലാപ്സ് എന്താണ് എന്നുള്ളത് കൂടി ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. എനിക്കുണ്ടായിരുന്നൊരു കൺഫ്യൂഷനുമാണത്. സ്ലിപ്പ് എന്താണ്, റിലാപ്സ് എന്താണ്. ഞാൻ എൻ്റെ ആ ഒരു വീണ്ടും ഉള്ളൊരു കുടിയെ ഞാൻ റിലാപ്സ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അതൊരു സ്ലിപ്പായിരുന്നു എന്നുള്ളത് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അഥവാ ഒരൊറ്റ കുടി കൊണ്ട് തിരിച്ച് കയറാൻ എനിക്ക് സാധിച്ചു എ പ്രോഗ്രാമിലേക്ക്. അഥവാ ഒരു വഴുതി വീഴൽ എന്ന് വേണമെങ്കിൽ എന്ന് പറയാം. നമ്മളൊന്ന് തെന്നി വീണു. ആ തെന്നി വീണെടുത്ത് പിന്നെ നമ്മളങ്ങ് കിടന്നു പോകില്ലല്ലോ. പെട്ടെന്ന് തന്നെ എണീക്കാൻ പറ്റുന്ന ഒരു ശാരീരിക അവസ്ഥയാണെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ എണീക്കും. അതുതന്നെയാണ് ഒരു സ്ലിപ്പ് എന്നുള്ളത്. ഏതെങ്കിലും ഒരു സമയത്ത് അതിതീക്ഷ്ണമായിട്ടുള്ള കുടിയുടെ ആഗ്രഹം തോന്നുന്നു, എവിടെയും തടുത്തു വെക്കപ്പെടാതെ ഒരു കുടിയിലേക്ക് അങ്ങ് എത്തിപ്പോകുന്നു, കുടിക്കുന്നു. ശാരീരികമായിട്ട് കുടിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ പെട്ടെന്ന് പിറ്റേ ഒരു കുടിയുടെ ശേഷം മീറ്റിങ്ങിലേക്കോ അല്ലെങ്കിൽ ഒരു ഡീഹൈഡ്രേഷൻ സെൻറ്ററിലോട്ടോ കടന്നു ചെല്ലുന്നു. വീണ്ടും സുബോധത്തിലേക്ക് എത്തുന്നു. പ്രോഗ്രാമുമായിട്ടോ അല്ലെങ്കിൽ കുടിക്കാത്ത സുബോധാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അതിനെ ഒരു സ്ലിപ്പ് എന്ന് നമുക്ക് പറയാം. മറ്റൊന്നാണ് റിലാപ്സ് എന്നുള്ളത്. അഥവാ ലാപ്സ് എന്നതിൻ്റെ ഒരു റീയും കൂടി കൂട്ടുമ്പോൾ റിലാപ്സായി, വീണ്ടും ലാപ്സായി എന്നുള്ളത്. റിലാപ്സ് സംഭവിക്കുന്നത് ഇതുപോലെ തന്നെ മദ്യം ഉപയോഗിക്കുന്നു. പക്ഷേ അത് കരകയറാൻ പറ്റാത്തിടത്തോളം അങ്ങ് നീണ്ടു പോകുന്നു. പതിയെ അയാൾ കരുതുന്നത് ഇനി എനിക്ക് രക്ഷയില്ല, ഇനി എനിക്ക് മോചനം സാധ്യമല്ല. അത്തരമൊരു അവസ്ഥയിലേക്ക് അയാൾ ചിന്തിക്കുന്നു. ആ ചിന്തകൾ അയാളെ വീണ്ടും വീണ്ടും മദ്യത്തിലേക്ക് എത്തിക്കുന്നു. അത് തുടർന്നു പോകുന്നു. ചിലപ്പോൾ ചില ആളുകൾ കുറേ കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷമോ ദിവസങ്ങൾക്ക് ശേഷമോ ഒക്കെ ഒരു സുബോധത്തിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള തുടർ നടപടിക്രമങ്ങൾ പാലിക്കുന്നു. ഡീഹൈഡ്രേഷൻ സെൻറ്ററോ അല്ലെങ്കിൽ മീറ്റിങ്ങുകളിലോ കടന്നു വന്നുകൊണ്ട് ഒരു സുബോധത്തിലേക്കുള്ള ഒരു പ്രയാണം ആരംഭിക്കുന്നു. എന്തായാലും ഒരു സ്ലിപ്പായാലും ഒരു റിലാപ്സ് ആയാലും ഒരു മെമ്പറെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു പ്രശ്നമുള്ള ഒരു കാര്യമാണ്. ഒന്ന് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതോ ആയിട്ടുള്ള സുബോധാവസ്ഥ അയാൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കുറ്റബോധം അദ്ദേഹത്തിന് വല്ലാതെ ഉണ്ടാകും. മറ്റൊന്ന്, അതുവരെയുണ്ടായിരുന്ന ഏതെങ്കിലും ചില ക്വാളിറ്റികൾ, അഥവാ മീറ്റിങ്ങിലേക്ക് ആദ്യം വരുന്നതിന് മുമ്പ് പല ക്വാളിറ്റികളും കുടിമൂലം ഒരു മദ്യാസക്തന് നഷ്ടപ്പെടും.
അത് ശാരീരികമായിട്ടുള്ള ക്വാളിറ്റി, മാനസികമായിട്ടുള്ളത്, ആത്മീയമായിട്ടുള്ളത്, വൈകാരികമായിട്ടുള്ളത്, ഇതിലൊക്കെ ഉള്ള ക്വാളിറ്റികൾ നഷ്ടപ്പെടുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മളെടുത്ത് നിന്ന് നഷ്ടപ്പെടുന്ന. സാമ്പത്തികം നഷ്ടപ്പെടുന്നത് നമ്മൾ അറിയുന്നുണ്ട്. മറ്റുള്ളവർക്ക് നമ്മളോടുള്ള സ്നേഹവും ദയയും കരുണയും ഒക്കെ നഷ്ടപ്പെടുന്നത് നമ്മൾ അറിയുന്നുണ്ട്. ശരീരത്തിലെ ചില പ്രശ്നങ്ങൾ, ശരീരം ക്ഷീണിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ അറിയാതെ പോകുന്ന ചില ക്വാളിറ്റികളുണ്ട്. നമുക്ക് മറ്റുള്ളവരോടുള്ള ദയ, സ്നേഹം, കരുണ, ഒരു സഹായ മനസ്കത, ഇതൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് കുറേശ്ശെയായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ അറിയില്ല. മാനസികമായിട്ടുള്ളൊരു അഭിവൃദ്ധി അഥവാ മാനസികമായിട്ടുള്ളൊരു പുരോഗതി ഇല്ലാതെ ആ മാനസിക പുരോഗതിയിൽ നിന്ന് കുറഞ്ഞു വരുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല. ഒരു ആത്മീയ ഒരു പുരോഗതി, ഏതൊരു മദ്യം കഴിക്കുന്ന ഒരാൾക്കും കുറച്ചെങ്കിലുമൊക്കെ ഒരു ആത്മീയത ഉണ്ടാകും. പക്ഷേ കുടി മൂർച്ഛിക്കുന്നതോടുകൂടി ആ ആത്മീയത പോലും നഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നാലും ചില ക്വാളിറ്റികൾ നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് എത്തിപ്പെടുമ്പോൾ ആ ഉള്ള ക്വാളിറ്റികളെ നമ്മൾ പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മൾ പോകുന്നു. കൂടാതെ കുറച്ചുകൂടി നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോഗ്രാമിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് ജീവിച്ചു പോകുന്നു. അടുത്തൊരു സ്ലിപ്പോ അല്ലെങ്കിൽ റിലാപ്സോ സംഭവിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന അവസാനത്തെ ആ ഒരു ക്വാളിറ്റി പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ഇത് പലപ്പോഴും മനസ്സിലാകുന്നത് ആ ഒരു കുടിക്ക് ശേഷമാണ്. ആ കുടി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മീറ്റിങ്ങിലോട്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലൊക്കെ ഒക്കെ എത്തി നമ്മൾ വീണ്ടും ഒന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, നമ്മളോട് നമ്മുടെ കുടുംബത്തിനുണ്ടായിരുന്ന അവസാനത്തെ ആ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞിട്ട് പിന്നെയും മേലെത്തിക്കഴിയുമ്പോൾ പിന്നെയും നമ്മൾ മനസ്സിലാക്കും, ആദ്യം കഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ 100 ഇരട്ടിയിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. പക്ഷെ അങ്ങനെ കഷ്ടപ്പെടാൻ മനസ്സുണ്ടാവുകയും വീണ്ടും നിലനിൽക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്ന നമ്മളെപ്പോലെയുള്ള ചുരുക്കം ചില ആളുകളെങ്കിലും മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ആ ഒരു റിലാപ്സ് അനിവാര്യമായിരുന്നു എന്നുള്ളത്. പക്ഷെ അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, തിരിച്ച് കയറാൻ അവസരം കിട്ടാത്ത 100 കണക്കിന് മെമ്പർമാരായിരുന്നവർ ഇപ്പോഴും എയുടെ പുറത്തുണ്ട്. ഒന്നില്ലെങ്കിൽ ബീവറേജിന് മുമ്പിൽ ക്യൂയിലോ അല്ലെങ്കിൽ ബാറിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മുമ്പിലും മദ്യത്തിൻ്റെ പൈസക്ക് വേണ്ടി കൈനീട്ടിക്കൊണ്ട് നടക്കുന്ന ആളുകളായിട്ടോ അവർ എയുടെ പുറത്തുണ്ട്. ഞാനും അങ്ങനെ ഒരാളാകേണ്ട ആളായിരുന്നു. അല്ലെങ്കിൽ ഇനിയും റിലാപ്സ് ആകാത്ത ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അങ്ങനെ ആകേണ്ട ഒരാളാണോ ഞാൻ? അങ്ങനെ ആകുമോ? എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് എയുടെ പ്രാർത്ഥനകൾ, പടികൾ, പാരമ്പര്യങ്ങൾ, അന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ, മലയാള ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പാംപ്ലെറ്റ്സുകൾ, ബിഗ് ബുക്കുകൾ, ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ഏത് ഭാഗത്ത് നിന്ന് പറയാനും എനിക്ക് കഴിഞ്ഞിരുന്നു. ഞാൻ വിചാരിച്ചത് എയെക്കുറിച്ച് പഠിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ബുക്കുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ പാംപ്ലെറ്റുകളെക്കുറിച്ചോ പഠിച്ചാൽ ഞാൻ സുബോധവാനായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും.
പടികൾ കാണാതെ പറയും, പാരമ്പര്യം കാണാതെ പറയും. ഏതെങ്കിലും ബിഗ് ബുക്കിലെ ഒരു ഭാഗം വായിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ തുടക്കം ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു രീതിയൊക്കെയായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്ലിപ്പിലോട്ട് പോയത്. അതിൻ്റെ ഒരു കാരണം, അഹങ്കാരം എന്ന് പറയുന്ന സാധനം എൻ്റെ തലക്കങ്ങ് കയറി പിടിച്ചിരുന്നു. കുടിയിൽ നിന്നൊക്കെ വിട്ട് നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഞാനൊരു വലിയ എന്തോ ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. എന്നെ അതുവരെ മൈൻഡ് ചെയ്യാതിരുന്ന ആളുകൾ മൈൻഡ് ചെയ്യുന്നു. ഷെരീഫേ, നീ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു ആ കാര്യം വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ എന്തോ വലിയ സംഭവമാണ്. ആർക്കും പറ്റാതെ ഉള്ള കാര്യം എനിക്ക് സാധിച്ചിരിക്കുന്നു. അന്നൊരു ചെറുപ്രായമാണ് എനിക്ക്, 27ാമത്തെ വയസ്സാണ് എനിക്ക്. എനിക്ക് കടം തരാതിരുന്ന കടക്കാരന്, പിടിയക്കാരൻ എന്നോട് പറയുന്നത്, ഷെരീഫേ, നീ എത്ര സാധനം വേണമെങ്കിലും കൊണ്ടുവയ്ക്കും, നിന്നെ എനിക്ക് വിശ്വാസമാണെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങ് കയറി വന്നപ്പം അഹങ്കാരം വല്ലാതെ അങ്ങ് ഉണ്ടാകാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് മീറ്റിങ്ങിൽ നിന്ന് എനിക്ക് വിട്ടുനിന്നു. കാരണം ഞാൻ ആ അഹങ്കാരം കൊണ്ടാണ്. ഇനി എനിക്ക് മീറ്റിംഗ് ഒന്നും വേണ്ട. എനെ കുറിച്ചെല്ലാം പഠിച്ചു, മദ്യപാനത്തെക്കുറിച്ചെല്ലാം പഠിച്ചു. അപ്പം അങ്ങനെയുള്ള എനിക്ക് ഇനി വലിയ ഒരു മീറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. 1-2 ആഴ്ചകൾ എന്തോ ഒരു ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ മീറ്റിങ്ങിൽ നിന്ന് വിട്ടുനിന്നു. പിന്നീട് മെമ്പർമാർ എന്നെ വിളിക്കുമ്പോഴൊക്കെ, അന്നൊന്നും മൊബൈൽ ഫോണൊന്നുമില്ല, എൻ്റെ വീട്ടിൽ BSNL ആയിരുന്നു ജോലി ആയതുകൊണ്ട് ഒരു ലാൻഡ് ഫോണുണ്ട്. ആരെങ്കിലുമൊക്കെ എന്നെ വിളിക്കും, ഷെരീഫേ 2 ആഴ്ചയായല്ലോ കണ്ടിട്ട്, ഒന്ന് വന്നൂടെ. അപ്പം ഞാൻ പറയും, തിരക്കാണ്, ഭയങ്കര തിരക്കാണ് എനിക്ക്. ജോലി തിരക്കിൻ്റെ കാര്യം പറയും, വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ് അതിൻ്റെ കാര്യം പറയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മുടക്ക് കാര്യങ്ങൾ പറയും. പക്ഷെ അവർ അതൊക്കെ അതിനൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം, അതൊക്കെ ആ വലിയ ശക്തി നോക്കിക്കോളും. നമുക്ക് മീറ്റിങ്ങിൽ പോയാൽ ഒരു സമാധാനം കിട്ടൂലേ, ഭയപ്പാടില്ലാതെ മുന്നോട്ട് പോയിക്കൂടെ. അപ്പം പിന്നീട് അവരോടൊക്കെ എനിക്കൊരു ദേഷ്യം തോന്നാൻ തുടങ്ങി. അവരുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാതെയായി. അല്ലെങ്കിൽ അത്തരം ചില ആളുകളോട് മുഷിപ്പായിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു കാരണം, കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കുള്ളൊരു കാര്യമായിരുന്നു, എന്നെ ഉപദേശിക്കുന്ന ആളുകളോട് ഞാൻ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ ഉപദേശിക്കാൻ പറ്റില്ലല്ലോ. അത് പള്ളിയിലെ ഉസ്താദുമാരോ പള്ളി കമ്മിറ്റിക്കാരോ എൻ്റെ കുടുംബത്തിലുള്ളവരാരും ആയിക്കോട്ടെ, എന്നെ ഉപദേശിക്കുന്നവരോട് ഞാൻ ഉടക്കും. പിന്നെ അവർ വരില്ല. ഇതേപോലെ തന്നെയാണ് മെമ്പർമാരോട് ഞാൻ മുഷിപ്പായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പണി നോക്കിയപ്പോൾ എൻ്റെ സുബോധം എനിക്ക് നോക്കാനറിയാം. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ മീറ്റിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നതോട് കൂടിയിട്ട് അതിൽ കൂടുതൽ അഹങ്കാരം എൻ്റെ തലക്ക് കയറി. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, മീറ്റിങ്ങിൽ പോയാലേ എൻ്റെ അഹങ്കാരം കുറയൂ എന്നുള്ളത്. അഥവാ മീറ്റിങ്ങിൽ ഒരു കാര്യം തുടക്കത്തിൽ പറയുന്നുണ്ട്, ഞാനൊരു മദ്യാസക്തനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഏതൊരാളും പറയുന്നൊരു വാക്കാണ് അയാമാൻ ആൽക്കഹോളിക്, അഥവാ ഞാനൊരു മദ്യാസക്തനാണ് എന്നുള്ളത്. അത് പറയേണ്ടുന്നതിൻ്റെ ഒരു ആവശ്യം എൻ്റെ അഹങ്കാരത്തെ കുറയ്ക്കാൻ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു മദ്യാസക്തനാണ് എന്നുള്ളൊരു കാര്യം. തുടക്കത്തിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ഞാനൊരു മദ്യാസക്തനായിരുന്നു എന്നോ. അതിൻ്റെ ഒരു കാരണം, ഇപ്പോഴും ഒരു മദ്യാസക്തനാണ് ഞാനെന്ന് പറയാൻ എനിക്കൊരു കുറച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞത് ഞാനൊരു മദ്യാസക്തനായിരുന്നു, ഇപ്പോഴല്ല എന്ന്. അപ്പം അങ്ങനെ പറയുന്നതോട് കൂടിയിട്ട് പോലും ഞാനൊരു അഹങ്കാരിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ മദ്യാസക്തനല്ലല്ലോ, ഇപ്പം എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഇപ്പം ഞാൻ ഒരു ശരിക്കും പൂർണ്ണനായിട്ടുള്ള ഒരു മനുഷ്യനാണല്ലോ, എല്ലാം തികഞ്ഞൊരു
മനുഷ്യനാണല്ലോ എന്നൊക്കെയുള്ള ഒരു ബോധം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരും. ഒരു അതേ സമയത്ത് ഞാനൊരു മദ്യാസക്തനാണ് എന്ന് ഓരോ മീറ്റിങ്ങിൽ പറയുമ്പോഴും ഞാൻ ചില കുറവുകളുള്ള വ്യക്തിയാണ് എന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യപ്പെടുന്ന അവസരങ്ങളാണത്. അത് പറയാത്തിടത്തോളം കാലം എൻ്റെ അഹങ്കാരം കൂടും. അപ്പോൾ മീറ്റിങ്ങിൽ നിന്ന് കുറച്ച് ഞാൻ വിട്ടു നിൽക്കുന്നതോട് കൂടിയിട്ട് അഹങ്കാരം കൊടുമുടിയിലേക്ക് അങ്ങ് എത്തിപ്പെട്ടു. പ്രാർത്ഥനകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഇല്ലാതെയായി. പള്ളിയും കാര്യങ്ങളൊന്നും ആ സമയത്തൊന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല പോകണമെന്നുള്ളതോ അല്ലെങ്കിൽ അത്തരം ഒരു മതപരമായിട്ടുള്ള വിശ്വാസം ആവശ്യമുണ്ട് എന്നുള്ളതോ ഒന്നും എനിക്കില്ലായിരുന്നു. ഒരു സ്ലിപ്പ് കടിഞ്ഞ് കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് എയിലേക്ക് കയറി പറ്റാൻ വേണ്ടി സാധിച്ചു. ആ ഹോസ്പിറ്റലിൽ കിടന്നിട്ട്, അഥവാ എയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ തന്നെ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് പോയി. ആ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു, എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്. എയിൽ ഉള്ള ഒരു പഴമക്കാരൻ എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നപ്പോൾ ഒരു ബിഗ് ബുക്കും ഒക്കെ ആയിട്ടാണ് കടന്നു വന്നത്. അദ്ദേഹം ഒരു ഭാഗം എന്നെ വായിച്ച് കേൾപ്പിച്ചു. അഹങ്കാരത്തിൻ്റെ ചെരുപ്പ് പുറത്തഴിച്ചു വെച്ചിട്ട് കടന്നു വരാം എന്നുള്ളത്. ഞാനിങ്ങനെ എത്രയോ പ്രാവശ്യം എത്രയോ ദിവസങ്ങളിൽ ഞാൻ ആ ബിഗ് ബുക്ക് വായിച്ചിട്ടുണ്ട്. ഈ വാചകവും ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അതെന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് പോലുമില്ല. എല്ലാവരും ബിഗ് ബുക്ക് വായിക്കുന്നുണ്ട്, ഞാനും ബിഗ് ബുക്ക് വായിക്കുന്നുണ്ട്. അതങ്ങ് വായിച്ചങ്ങ് പോവുക എന്നല്ലാതെ അതിൽ കൂടുതൽ എന്ത് ചിന്തിക്കാനുള്ളത് എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. ഒന്നാമത് ഒരു കടുകട്ടി വാക്കുകളും കാര്യങ്ങളൊക്കെയാണ്. വായിക്കേണ്ടതൊരു കടമയായതുകൊണ്ട് മാത്രം ഞാനതങ്ങ് വായിച്ചു പോകുന്നു എന്ന്. അത് വായിച്ച് അദ്ദേഹം അത് വായിച്ച് തന്നു കഴിഞ്ഞിട്ട് എന്ത് മനസ്സിലായി എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, പള്ളിയിലും അമ്പലത്തിലും ഒക്കെ കയറുമ്പോൾ ചെരുപ്പ് അഴിച്ചു വെക്കും പോലെ നമ്മളങ്ങ് കടന്ന് കയറിപ്പോവുക എന്നല്ലേ അത്. അയാൾ പറഞ്ഞു, ഏതൊരു മദ്യാസക്തനും അഹങ്കാരം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അഹങ്കാരം എന്ന് പറയുന്ന സാധനം ഏതൊരു മനുഷ്യനും ആവശ്യമുള്ളതുമാണ്. അതിനെ ശരിയായ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അവനവൻ്റെ നല്ല വസ്ത്രധാരണത്തിന് വേണ്ടി, അവനവൻക്ക് മറ്റു സമൂഹത്തിലുള്ള ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി, നല്ല രീതിയിലുള്ള നടത്തത്തിന് വേണ്ടി, അതിനൊക്കെ ചെറിയൊരു അഹങ്കാരം ഏതൊരു വ്യക്തിക്കും ആവശ്യമാണ്. പക്ഷെ അതങ്ങ് കൂടിക്കഴിഞ്ഞാലോ എവിടെയും സ്വീകരിക്കപ്പെടാതെ, ആരെയും ഉൾക്കൊള്ളാൻ പറ്റാതെ അത്തരം ഒറ്റപ്പെടലിന് വിധേയമായി പോകുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പം അതുകൊണ്ട് ശരീഫെ, കയറിപ്പറ്റാൻ അവസരം നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു മഹാഭാഗ്യമായിട്ടും ദൈവത്തിന് നിന്നോടുള്ള സ്നേഹമായിട്ടും നീ കാണുക. ആ അഹങ്കാരത്തെ പുറത്ത് നിർവച്ചിട്ട് മീറ്റിങ്ങിലേക്ക് കടന്നിരിക്കുക. നിനക്ക് ചിലത് കേൾക്കാൻ കഴിയും, നിനക്ക് ചിലത് പറയാനും കഴിയും. രണ്ടും നിൻ്റെ സുബോധത്തിന് ആവശ്യമാണ്. അല്ലാതെ അഹങ്കാരം കൊണ്ട് മീറ്റിങ്ങിൽ കടന്നിരുന്നാൽ നിനക്കൊന്നും കേൾക്കാൻ പറ്റില്ല, നിനക്ക് നല്ല രീതിയിലൊന്നും പറയാനും പറ്റില്ല. ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ അന്ന് വരെ മീറ്റിങ്ങിൽ പോയിരുന്നത് ഒരു കപട വിശ്വാസവുമായിട്ടാണ്. ഒരു മെമ്പറാണോ എന്ന് വെച്ചാൽ ഞാനൊരു മെമ്പറാണ്. കുറച്ച് കാലത്തിന് ശേഷം എന്നോട് വേറൊരു മെമ്പർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷെരീഫെ, ഒരു മതവിശ്വാസിയാണെങ്കിൽ, ഞാനൊരു മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ആണ് എന്ന് പറയണമെങ്കിൽ, ഒരു ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ആണ് എന്ന് പറയണമെങ്കിൽ, ക്രിസ്ത്യനാണെങ്കിൽ ക്രിസ്ത്യനാണ് എന്ന് പറയണമെങ്കിൽ അതാത് മതങ്ങളുടെ ആശയങ്ങളും അതിൻ്റെ ചിട്ടകളും അനുസരിച്ച് ജീവിക്കണം. അല്ലാണ്ട് പേര് കൊണ്ട് ഒരാൾ മുസ്ലിം ആകും, ഹിന്ദു ആകും, ക്രിസ്ത്യാനിയാകും. അത് ഞാൻ ഹിന്ദു ആണെന്നോ ക്രിസ്ത്യനാണെന്നോ മുസ്ലിം ആണെന്നോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതുപോലെ തന്നെയാണ് ഒരു പ്രോഗ്രാമിലായിരിക്കുമ്പോഴും. ഞാനൊരു മെമ്പർ ആണെന്ന് ഞാൻ പറയണമെങ്കിൽ അതിലുള്ള ചില
തത്വങ്ങളുമായിട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ അത്തരം ഒരാളായി പ്രോഗ്രാമിൽ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ തത്വങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ബിഗ് ബുക്കിൽ പറയുന്നത് പോലെ ഈ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരാൾക്കും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ആ ഒരു സ്ലിപ്പും അതിനുശേഷം മേൽ കൂടെയുള്ള സഞ്ചാരവും അങ്ങനെ തന്നെയാണ്. ആ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും അതിനോട് ചേർന്ന് നിൽക്കാനും ഞാനിപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി സുബോധാവസ്ഥയാണ് മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രോഗ്രാമിലേക്കുള്ളതും. കുടിക്കാതിരിക്കുക എന്നുള്ളതല്ല സുബോധാവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുടിക്കാതിരിക്കുന്ന ആളുകൾക്കെല്ലാവർക്കും സുബോധാവസ്ഥയുണ്ട് എന്നുള്ളത് പോലും പറയാൻ പറ്റില്ല. സുബോധാവസ്ഥ എന്തിനൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? സുബോധാവസ്ഥ ആശ്രയിച്ചിരിക്കുന്നത് ശാരീരികമായിട്ടുള്ള സുബോധാവസ്ഥയുണ്ട്, മാനസികമായിട്ടുള്ള സുബോധാവസ്ഥയുണ്ട്, ആത്മീയമായിട്ടുള്ള സുബോധാവസ്ഥയുണ്ട്. 3 രീതിയിലുള്ള സുബോധാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ മാനസികമായിട്ടുള്ള സുബോധാവസ്ഥയെ ഒന്നുകൂടി പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഒരു വൈകാരികമായിട്ടുള്ളൊരു സുബോധാവസ്ഥ കൂടി നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ആത്മീയ സുബോധാവസ്ഥ, ശാരീരിക സുബോധാവസ്ഥ, മാനസിക സുബോധാവസ്ഥ, ശാരീരിക സുബോധാവസ്ഥ, വൈകാരിക സുബോധാവസ്ഥ, ആത്മീയ സുബോധാവസ്ഥ, ഈ 4 തലത്തിലുള്ള സുബോധാവസ്ഥകളെ നമുക്ക് കാണാം. അതിൽ ശാരീരികമായിട്ടുള്ള സുബോധാവസ്ഥ നമ്മൾ കുടിയിൽ നിന്ന് ഏതെങ്കിലും ഒരു രീതിയിൽ വിട്ടു നിൽക്കുന്നതോട് കൂടിയിട്ട് ആ സുബോധാവസ്ഥയുടെ ആരംഭം നമ്മൾ തുടങ്ങുന്നു. പക്ഷേ മറ്റ് സുബോധാവസ്ഥകൾ നമുക്ക് തുലവും കുറവായിരിക്കും. കുടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നമുക്ക് തന്നെ മനസ്സിലാകും തുടക്കത്തിലുള്ള കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ശരീരത്തിന് അത്യാവശ്യം വിറയലുകൾ ഉണ്ടാകുന്നത് മാറിക്കൊണ്ടിരിക്കുന്നു, വയറിൻ്റെ അസ്വസ്ഥതകൾ മാറിക്കൊണ്ടിരിക്കുന്നു, ക്ഷീണങ്ങൾ ചിലപ്പോഴും മാറിക്കൊണ്ടിരിക്കും, മരുന്നുകൾ കുടിക്കാനുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹാങ് ഓവർ ഇല്ലാതാകുന്നതോട് കൂടിയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ശരീരത്തിൻ്റെ മാറിക്കിട്ടും. ആഴ്ചകൾക്ക് ശേഷം അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കും. തനിയെ ചില ജോലികൾ ചെയ്യാനുള്ളൊരു ശാരീരിക എനർജി നമുക്ക് ലഭിക്കും. ഇത് ഒരു ശാരീരിക സുബോധാവസ്ഥയുടെ തുടക്കമാണ്. ഇനി മാനസികമായിട്ടുള്ള സുബോധാവസ്ഥ നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്നുണ്ടോ? ഒന്നില്ലെങ്കിൽ ആദ്യത്തേതിനേക്കാൾ ബുദ്ധിമുട്ടിലായിരിക്കും നമ്മുടെ മാനസിക സുബോധാവസ്ഥ. എപ്പോഴും ചില ചിന്തകൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ കാലത്ത് നമ്മൾ കുടിച്ചു പോയപ്പോൾ ഉണ്ടായിരുന്ന ചിന്തകൾ. ഈ ചിന്തകൾ ആദ്യം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ കുടിക്കാൻ പോയിരുന്നത്. കുറ്റബോധങ്ങൾ, ഒറ്റപ്പെടലുകൾ അഥവാ വിഷാദരോഗം, ആരെയും അഭിമുഖീകരിക്കാൻ പറ്റാത്തൊരവസ്ഥകൾ, അതിനെ ഒക്കെ ഒരു വിഷാദ രോഗത്തിൻ്റെ ഒരു ഗണത്തിൽപ്പെടുത്താം. മറ്റുള്ളവരുമായിട്ട് ഇടപെടുവാൻ മനസ്സില്ലാതിരിക്കുന്നത്, എപ്പോഴും ചില ചിന്തകൾ മുഴുകുന്നത്, കൂടുതലും കുറ്റബോധം നിറയുന്നത്, ഇതൊക്കെ ഒരു മാനസിക രോഗവുമാണ്, മാനസിക സുബോധാവസ്ഥയുടെ കോട്ടങ്ങളുമാണ്. ഈ മാനസിക സുബോധാവസ്ഥ ശരിയല്ലെങ്കിൽ അത് നമ്മുടെ ശാരീരിക സുബോധാവസ്ഥയെ ബാധിക്കും. ഉറക്കം കുറയും, വിശപ്പില്ലാതെയാകും, എപ്പോഴും ചിന്തകൾ നമ്മളെ ഒറ്റപ്പെടുത്തും, കുറ്റബോധം നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മളെ മീറ്റിങ്ങിന് പോകാതെയാകും. ഇതൊക്കെ
ഒരു മാനസിക പ്രശ്നങ്ങളായി മാറുകയും നമ്മുടെ ശാരീരികമായിട്ടുള്ള സുബോധാവസ്ഥക്ക് കോട്ടം തട്ടുകയും ചെയ്യും. അപ്പോൾ ശാരീരിക സുബോധാവസ്ഥ ഉള്ളത് കൊണ്ട് മാത്രം ഒരു വ്യക്തി സുബോധവാനാണോ? അല്ല എന്നുള്ളതാണ്. മാനസിക സുബോധാവസ്ഥയും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ശാരീരിക സുബോധാവസ്ഥ ഉണ്ടാകും. മറ്റൊന്ന് ആത്മീയ സുബോധാവസ്ഥയാണ്. പറയുന്നുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടുമുള്ള ഒരു രോഗമാണ് ആൽക്കഹോളിസം എന്നുള്ളത്. അപ്പം ആത്മീയ സുബോധാവസ്ഥ എന്നുള്ളത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനർത്ഥം എപ്പോഴും നമ്മളൊരു പള്ളിയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ടോ മുന്നോട്ട് പോകണം എന്നുള്ളതല്ല. നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മളെക്കാൾ വലിയൊരു ശക്തിയാണ് എന്നുള്ളത് നമ്മളെയുടെ തത്വങ്ങളനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ ഒരു ദിവസം സുബോധാവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ദിവസത്തെ സുബോധാവസ്ഥ എനിക്ക് തരുന്നത് എന്നേക്കാൾ വലിയൊരു ശക്തിയാണ്. ആ സുബോധാവസ്ഥയെ ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ വിൽ പവർ കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും എന്നേക്കാൾ വലിയൊരു ശക്തിക്ക് ഞാൻ തയ്യാറായാൽ എന്നേക്കാൾ വലിയൊരു ശക്തിക്ക് അതിന് സാധിക്കുമെന്നുള്ളതും ആണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. അന്നു മുതലാണ് ഞാൻ എൻ്റെ വിൽ പവർ കൊണ്ട് സുബോധാവസ്ഥയിലെത്തുന്ന ശ്രമം ഉപേക്ഷിച്ചിട്ട് എന്നേക്കാൾ വലിയൊരു ശക്തിയുടെ ആശ്രയത്തിനായിട്ട് ഞാൻ നിന്നുകൊടുത്തത്. ആ വലിയ ശക്തിയുടെ കീഴിൽ നിന്ന് കൊടുത്ത് ആ ശക്തി എനിക്ക് സുബോധാവസ്ഥ തരും എന്ന് ഉറച്ച് വിശ്വസിച്ചപ്പം മാത്രമാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ ചെയ്തപ്പോഴും, അല്ലാതെ വെറുതെ നിന്നപ്പോഴല്ല. അതിനുള്ള തയ്യാറെടുപ്പുകൾ എവിടുന്നാണ് എനിക്ക് മീറ്റിങ്ങിൽ നിന്നാണ് പ്രോഗ്രാമിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ചെയ്തപ്പോഴാണ് എനിക്ക് ആ സുബോധാവസ്ഥ ലഭിച്ചത്. അപ്പോൾ അതിൽ ദൈവം എന്നെ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ട്. ദൈവം എന്നെ അങ്ങേയറ്റം സ്വീകരിച്ചിട്ടുണ്ട്. ദൈവം എന്നെ അങ്ങേയറ്റം സംരക്ഷിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണല്ലോ ആ സുബോധാവസ്ഥ എനിക്ക് ലഭിച്ചത്. അപ്പം ഇത് ഞാൻ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണം. എൻ്റെ സഹജീവികളോട് ഞാൻ ദയയുള്ള ആളായിരിക്കണം. എൻ്റെ സഹജീവികളോട് കരുണ കാണിക്കണം. അവരെ അതേപടി ഞാൻ സ്വീകരിക്കണം. അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനൊരു മാറ്റത്തിന് വിധേയമാകണം. ഞാൻ എന്താണോ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇതൊക്കെ ഒരു ആത്മീയ തത്വങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഇത്തരമുള്ളൊരു ആത്മീയ സുബോധാവസ്ഥ എനിക്കുണ്ടാകുന്നില്ലെങ്കിലോ അവിടെ എന്താണ് ഉണ്ടാവുക? എനിക്ക് മറ്റുള്ളവരോട് നീരസമുണ്ടാകും, മറ്റുള്ളവരോട് ദേഷ്യമുണ്ടാകും, മറ്റ് സ്വാർത്ഥതകൾ എനിക്കുണ്ടാകും. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല, എൻ്റെ കാര്യം നടക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടാകും. ഞാനൊക്കെ കുടിയിൽ നിന്ന് വിട്ട് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, ഞാൻ ആർക്കൊക്കെയോ വേണ്ടിയിട്ടാണ് കുടി ഉപേക്ഷിച്ചത്. അപ്പോൾ അവർ എനിക്ക് വേണ്ട സുഖ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തരണം. അപ്പോൾ ഇതായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ഞാൻ ആർക്കോ വേണ്ടിയിട്ട് കുടി ഉപേക്ഷിച്ചു. അപ്പം ആരൊക്കെയോ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിച്ചാൽ എനിക്ക് അവരോട് നീരസം വരുന്നു, എനിക്ക് അവരോട് ദേഷ്യം തോന്നുന്നു, പക തോന്നുന്നു. അപ്പം അത് എന്നെ വല്ലാതെ അങ്ങ് ബാധിക്കുന്നു. ഏത് നേരവും ഒരു ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ഓരോ ദിവസങ്ങൾ എൻ്റെ മുമ്പിൽ വരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ, എപ്പോഴും എന്തൊക്കെയോ പ്രശ്നങ്ങൾ, എവിടെയും കുറ്റങ്ങൾ കാണുന്നു. ഞാൻ എല്ലാവരിലും കുറ്റങ്ങൾ. അത് ചെയ്തത് ശരിയായില്ല, അവൻ ചെയ്തത് ശരിയായില്ല, ഇവൻ ചെയ്തത് ശരിയായില്ല. അതുകൊണ്ട് തന്നെ അവരോടൊന്നും എനിക്ക് സ്നേഹമോ ബഹുമാനമോ ഒന്നും തോന്നാത്ത ഒരു അവസ്ഥകൾ. അപ്പം എൻ്റെ ആത്മീയതയെ, എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നതിനെ, എൻ്റെ ഹൃദയത്തെ അത് വല്ലാതെ അങ്ങ് ബാധിക്കുന്നു.
അപ്പം എൻ്റെ അത്തരത്തിൽ ഒരു ആത്മീയ സുബോധാവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്നുണ്ട്. അപ്പം എൻ്റെ ആത്മീയ സുബോധാവസ്ഥയ്ക്ക് കോട്ടം തട്ടിയാലോ? ആത്മീയപരമായിട്ടുള്ള പാപ്പരത്വം എന്നെ ഒരു മാനസിക പാപ്പരത്വത്തിലേക്ക് നയിക്കും. പതിയെ പതിയെ ശാരീരികമായിട്ടുള്ള സുബോധാവസ്ഥയെ അത് ബാധിക്കും. ശാരീരികമായിട്ടുള്ള സുബോധാവസ്ഥയെ ബാധിച്ചാൽ ഞാൻ പതിയെ ഒരു റിലാപ്സിലോട്ട് അല്ലെങ്കിൽ ഒരു സ്ലിപ്പിലോട്ട് ഞാൻ കടന്നു ചെല്ലും. അപ്പോൾ ശാരീരിക സുബോധാവസ്ഥ മാത്രം ഉണ്ടായാൽ പോരാ, ഒരു ആത്മീയ സുബോധാവസ്ഥ, ഒരു മാനസിക സുബോധാവസ്ഥ എന്നിലുണ്ടായിരിക്കണം. മറ്റൊന്ന് ഒരു വൈകാരിക സുബോധാവസ്ഥ എന്നുള്ളതാണ്. വൈകാരിക ഇമോഷണൽ പവർ എന്നാൽ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കുറേ ഇമോഷണലുകളുണ്ട്, നെഗറ്റീവായിട്ടുള്ള ഇമോഷണലുകളുണ്ട്. ഈ നെഗറ്റീവായിട്ടുള്ള ഇമോഷണലുകൾ എന്ന് വെച്ചാൽ ദേഷ്യമുണ്ട്, അതിൽ ദേഷ്യം ഉണ്ടാകും. അതുപോലെ തന്നെ പിന്നെ വെറുപ്പുകളുണ്ടാകും, അതിൽ ഭയമുണ്ടാകും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു നെഗറ്റീവ് ഇമോഷണലുകളാണ്. എന്നാൽ ഇതുപോലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ള ഘടകങ്ങളുമാണ്. ദേഷ്യം ഒരു മനുഷ്യന് ആവശ്യമുള്ള ഘടകമാണ്, ഭയം ആവശ്യമുള്ളതാണ്, വെറുപ്പ് ആവശ്യമുള്ളതാണ്. ഈ വെറുപ്പൊന്നും ഇല്ലെങ്കിൽ നമ്മളെല്ലാ വെറുക്കപ്പെടേണ്ട, ഇപ്പം നമ്മൾ ചില കാര്യങ്ങളെ വെറുക്കപ്പെടുന്നില്ലേ? മദ്യത്തെ വെറുക്കുന്ന ആളുകളുണ്ടാകും, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ വെറുക്കുന്ന ആളുകളുണ്ടാകും, ചില വ്യക്തികളെ വെറുക്കുന്ന ആളുകളുണ്ടാകും. ചിലപ്പോൾ വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടി വരും, കാണിക്കേണ്ടി വരും ചില ആളുകളോട്. എന്തിനാണത്? അത്തരം ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ ഒക്കെ നമ്മൾ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം നമ്മൾ ഒരു വെറുപ്പ് ഉള്ള വ്യക്തികളാകും. പക്ഷേ ഇതൊക്കെ അമിതമാകുന്ന ഒരവസ്ഥയുണ്ട്. ദേഷ്യം അമിതമായാലുള്ളൊരവസ്ഥ ആലോചിച്ച് നോക്കി. അത് നമ്മുടെ സുബോധത്തെ തകർത്ത് തരിപ്പണമാക്കി കളയും. കാരണം ഒരു ദേഷ്യം അമിതമാകുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ശരീരത്തും മനസ്സിനും ഉണ്ടാകുന്ന, മൈൻഡിനൊക്കെ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളുണ്ട്. വിറയലുകൾ തുടങ്ങും, വയറിന് അസ്വസ്ഥത ഉണ്ടാകും, തലവേദന ഉണ്ടാകും. ഒരു 1.5 പെഗ് കിട്ടിയാൽ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ നമ്മുടെ ശരീരം, അഥവാ ഒരു ഹാങ് ഓവർ മൂഡിലോട്ട് ഇല്ലേ, നമ്മൾ പണ്ട് കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിറ്റേ ദിവസം ഒക്കെ ആകുമ്പോൾ ഒരു ഹാങ് ഓവർ വരും. ഒരു 1.5 കിട്ടിയെങ്കിലേ ശരിയാവൂ എന്നുള്ളൊരു സാഹചര്യം നമ്മളിൽ വരും. ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ വിറയലും വയറിന് അസ്വസ്ഥതയും ഒരു ഭയവും ഒക്കെ ആ സമയത്ത് കടന്നു വരുന്നത്. ഇതേപോലെ തന്നെയാണ് ഒരു ദേഷ്യം വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തും, ഒരു 1.5 കിട്ടിയെങ്കിൽ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ചില നീരസങ്ങൾ, നമ്മൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന നീരസങ്ങൾ. കുടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, ശാരീരികമായിട്ട് സുബോധവാനാണ്, മാനസികമായിട്ട് സുബോധവാനാണ്, ആത്മീയമായിട്ടും വലിയ പക്വതയൊക്കെ ഉണ്ട് എന്ന് വെക്കുക. പക്ഷേ ചില ആളുകളോടുള്ള നീരസങ്ങൾ നമ്മൾ നമ്മെ തന്നെ അങ്ങ് ന്യായീകരിക്കും. അങ്ങനെ അതൊന്നും വിട്ടു പോകാനൊന്നും പറ്റില്ല. ചില ആളുകളുടെ അടുത്ത് നീരസം കാണിക്കേണ്ടതായിട്ടുണ്ട്, ചില ആളുകളുടെ അടുത്ത് ദേഷ്യം കാണിക്കേണ്ടതായിട്ടുണ്ട്, ചില ആളുകളെ മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില ന്യായീകരണങ്ങൾ നമ്മളങ്ങ് വെച്ച് പുലർത്തും. അതുകൊണ്ട് അതൊന്നും നഷ്ടപ്പെടുത്തിയിട്ട് ഒരു പച്ചക്കറിയായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല എന്ന് ചില ആളുകൾ പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട്. പക്ഷേ അത് നമ്മുടെ സുബോധാവസ്ഥയ്ക്ക് എപ്പോഴും മങ്ങലേൽപ്പിക്കും. അത് അത്തരം ഒരു വ്യക്തിയെ അകറ്റി നിർത്താനാണ് പലപ്പോഴും പലരും ശ്രമിക്കുക തന്നെ ചെയ്യുക. കൂട്ടുകാരായിക്കൊള്ളട്ടെ, ഓഫീസിലുള്ളവരായിക്കൊള്ളട്ടെ, വീട്ടിലുള്ളവരായിക്കൊള്ളട്ടെ, പതിയെ എവിടെ എത്തും? നമ്മളൊരു ഒറ്റപ്പെടലിന് വിധേയമാകും. എവിടെയും നമ്മളെ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു വ്യക്തിയായിട്ട് നമ്മൾ മാറും. പലരോടുമുള്ള നീരസവും വെറുപ്പും വിദ്വേഷവും ഒക്കെ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഒറ്റപ്പെടലിന് വിധേയമാകും, മാനസികമായിട്ടുള്ള സുബോധാവസ്ഥ കൂടി നഷ്ടപ്പെടും, ശാരീരികമായിട്ട് ഉറക്കത്തെയോ അല്ലെങ്കിൽ ഭക്ഷണത്തെയോ ഒക്കെ അത് ബാധിക്കും. താമസിയാതെ
ഒരു ഫിസിക്കൽ സുബോധാവസ്ഥ നമുക്ക് നഷ്ടപ്പെട്ട ഒരു കുടിയിലേക്ക് നമ്മൾ നീങ്ങും. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഒരു മദ്യാസക്തൻ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഏതൊരു മദ്യാസക്തനും ആദ്യം കരുതുന്ന ഒരു കാര്യം കുടിക്കാതിരുന്നാൽ പോരെ, ബാക്കിയെല്ലാം അതിൻ്റെ വഴിക്ക് വരും എന്നുള്ളതാണ്. ശരിയാണ്, കുടിക്കാതിരിക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും തനിയെ വന്ന് ചേരുന്നതല്ല എന്നുള്ളത് കൂടെ കുറച്ചുകൂടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇനി മറ്റ് രീതിയിലുള്ള റിലാപ്സുകൾ കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ 4 രീതി അല്ലാതെ പോലും അതൊക്കെ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയായിരിക്കും. അഥവാ മീറ്റിങ്ങിൽ വരുന്നു, പല മീറ്റിങ്ങുകൾ കടന്നു പോകുന്നു. പക്ഷേ നമ്മൾ പഴയ കൂട്ടുകെട്ടിനെ ഉപേക്ഷിക്കാതിരിക്കുമ്പോൾ നമ്മളുടെ കുടിയുടെ കാലഘട്ടത്ത് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന കൂട്ടുകെട്ട് തന്നെയാണ് നമ്മൾ വീണ്ടും തുടർന്ന് പോരുന്നതെങ്കിൽ, അവരുടെ മദ്യപാന സദസ്സിൽ നമ്മൾ പോയിരിക്കുന്നു, അവർക്ക് നമ്മുടെ വിൽ പവർ കാണിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നു, അവർ കഴിക്കുന്ന ടച്ചിങ്സിൽ നിന്നോ അച്ചാറിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്നു, വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു, അതിൽ നമ്മൾ ഏർപ്പെടുന്നു, തർക്ക വിഷയങ്ങൾ ഉണ്ടാകുന്നു, അതിൽ നമ്മൾ ഏർപ്പെടുന്നു. തുടക്കത്തിലൊന്നും ചിലപ്പോൾ കഴിച്ചു കൊള്ളണം എന്നില്ല. പക്ഷേ കുടിക്കണം എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം അത് കൂടുതലായാൽ, അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമ്മൾക്ക് നോ എന്ന് പറയാൻ പറ്റാത്തൊരവസരം അവിടെ ഉണ്ടാകും. കാരണം നമ്മുടെ തൊട്ട് മുമ്പിൽ മദ്യം ഇരിക്കുന്ന, ഒരു കയ്യെത്തും അകലത്തിലാണ് ആ മദ്യമെങ്കിൽ ഒരു പക്ഷേ നമ്മൾ എടുത്തത് ഉപയോഗിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമുക്കൊരു വിൽ പവർ എന്ന് പറയുന്നൊരു സംഗതിയില്ല. ആ വിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ രാസപദാർത്ഥത്തെ നോ എന്ന് പറയാനോ ചുണ്ടോടടുപ്പിക്കാതിരിക്കാനോ നമുക്ക് സാധിക്കില്ല. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും കുടിക്കില്ല, എനിക്ക് കുടിക്കേണ്ടെന്ന് യാതൊരു ആവശ്യവും അവിടെ ഇല്ല. അത്തരം സാഹചര്യങ്ങളിൽ പോയിരുന്നാൽ എന്താണ് പ്രശ്നം? ഞാനൊരു മെമ്പർ ആയതുകൊണ്ട് എൻ്റെ അത്തരം കൂട്ടുകാരെ ഞാൻ ഉപേക്ഷിക്കണമോ? എന്നാൽ ലെ തുടക്കകാലങ്ങളിൽ അത് ഏറ്റവും ആവശ്യമായ ഘടകമാണ്. അത്തരം കൂട്ടുകെട്ടുകളെ ഉപേക്ഷിക്കുകയല്ല, അത്തരം കൂട്ടുകെട്ടുകളോട് നമ്മൾ ഒന്നും മാറി നിൽക്കുക എന്നുള്ളത്. അവരോട് പറയുക തന്നെ ചെയ്യാൻ വേണമെങ്കിൽ, ഞാനിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണെന്നോ, അല്ലെങ്കിൽ എന്നെ ഇനി നിർബന്ധിക്കരുത്, നിങ്ങൾ നിർബന്ധിച്ചിട്ടല്ല ഞാൻ കുടിച്ചത്, എന്നാൽ പോലും നിങ്ങളുടെ ഒരു നിർബന്ധമോ അത്തരം ഒരു കാര്യങ്ങളോ എന്നെ വീണ്ടും ഒരു കുടിയിലേക്ക് എത്തിക്കാം. ഞാൻ എൻ്റെ രണ്ടാമത്തെ ആ ഒരു റിലാപ്സിന് ശേഷം, ആ ഒരു സ്ട്രിപ്പിന് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്നോട് എൻ്റെ സ്പോൺസർ പറഞ്ഞു, ഷെരീഫേ, നീ നിൻ്റെ സുഹൃത്തുക്കളോട് ശരിയായ രീതിയിൽ, മാന്യമായ രീതിയിൽ അവരെടുത്ത് നീ പറയുക. കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് അവരുമായിട്ടുള്ള ബന്ധം നീ ഉപേക്ഷിക്കുകയൊന്നും വേണ്ട. പക്ഷെ കുറച്ച് കാലത്തേക്ക് നിന്നെ ആ മദ്യപാന സദസ്സിലേക്ക് ക്ഷണിക്കരുത് എന്നോ, അത്തരം സദസ്സിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങൾ എന്നെ നിരുത്സാഹപ്പെടുത്തണമെന്നോ എന്ന് പറയണം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെടുത്ത് ഞാനത് പറഞ്ഞപ്പോൾ അവർ പറയുന്നൊരു കാര്യം, നീ കുടിക്കാതിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. പക്ഷെ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കുക എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്, നിനക്കെന്ത് തോന്നും എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ നിന്നെ ഈ ഒരു സദസ്സിലിരുത്തുന്നത്. നീ വരാതിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അപ്പം അത്തരം സദസ്സുകളിലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലോ എന്തിന് എന്നോടൊരു സുഹൃത്ത് ചോദിക്കുക പോലും ചെയ്തിട്ടുണ്ട്, ഷെരീഫേ, നീ മീറ്റിങ്ങിലുള്ള ആളാണ്, ഞാൻ കുടിക്കുന്ന ആളുമാണ്. അയാളൊരു ബേക്കറി കടയിലെ ആളായിരുന്നു. അപ്പോൾ അയാളെ ഞാൻ ഇന്ന് മീറ്റിങ്ങിൽ വിളിക്കും. എന്നിട്ട് ഈ മദ്യപാന സദസ്സിലോട്ട് ഞാൻ ആ മീറ്റിങ്ങിൽ നിന്നാണ് മിച്ചറോ ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക, സോഡയൊക്കെ. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിച്ചിട്ട് മീറ്റിങ്ങിലേക്ക് വരിക?
നീ ഇവിടെ പോയിട്ട് കുടിക്കുന്നുണ്ടോന്നോ, അല്ലെങ്കിൽ കുടിക്കുന്നില്ലെങ്കിൽ നിനക്കൊരു ആവശ്യവും ഇല്ലാത്ത ഒരു ഉപകാരവും കിട്ടാത്ത അവിടെ നീ എന്തിനാ പോയിരിക്കുന്നത് എന്ന് അദ്ദേഹം അന്ന് എന്നോട് ചോദിച്ചപ്പോൾ എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നീട് ആ ഒരു സ്ലിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലായി, സംഗതി ശരിയാ. കാരണം ആ മദ്യവുമായിട്ടുള്ള ആ ഇടപഴകൽ, ഞാൻ കുടിച്ചിട്ടില്ലെങ്കിൽ പോലും ആ മദ്യവുമായിട്ടുള്ള ആ ചങ്ങാത്തം, ആ മദ്യക്കുപ്പി ഓരോ പ്രാവശ്യം മാറി മാറി അവർ കുടിക്കുമ്പോഴും അതിൻ്റെ ലേബൽ, അതിൻ്റെ കളറ്, അതൊന്നെടുത്ത് വാസനിച്ച് നോക്കുന്നത്, ഇത്തരം ഒരു സഹവാസമുണ്ടല്ലോ, ആ മദ്യക്കുപ്പിയുമായിട്ടുള്ള, ആ മദ്യ ഗ്ലാസുമായിട്ടുള്ള ആ ഒരു സഹവാസം, എനിക്ക് കുടിക്കണം എന്ന് തോന്നിയ ആ സ്ലിപ്പ് സംഭവിച്ച സമയത്ത് എനിക്ക് വേണ്ട എന്ന് തോന്നാതിരിക്കാൻ അതൊരു കാരണമായി. വേണ്ട എന്ന് തോന്നാതിരിക്കാൻ ആ മദ്യക്കുപ്പിയും മദ്യ ഗ്ലാസും മദ്യം കഴിച്ച് ചങ്ങാത്തം കൂടിയ ആളുകളുമായിട്ടുള്ള ചങ്ങാത്തം ഒരു കാരണമാണ്. അതൊരു ഒന്നാം നമ്പർ കാരണമാണ്. ഞാൻ ആ മദ്യവുമായിട്ട് അത്ര സഹവാസവും മദ്യക്കുപ്പിയുമായിട്ടുള്ള സഹവാസവും അതിൻ്റെ ലേബലും നോക്കലൊക്കെ എനിക്ക് ആ മദ്യത്തിനോടുള്ള താല്പര്യം ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വളർന്ന് വളർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു കുടിക്കണം എന്ന് തോന്നിയ സമയത്ത് എനിക്ക് നോ എന്ന് പറയാനോ അല്ലെങ്കിൽ ആ മദ്യ ഗ്ലാസ് കയ്യിലെടുക്കാതിരിക്കാനോ എനിക്ക് സാധിക്കാതിരുന്നത് ആ ഒരു സഹവാസം കൊണ്ടാണ്. അതിനുശേഷം ഞാൻ ഒരൊറ്റ സ്ഥലത്തും അത്തരം സ്ഥലങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് എൻ്റെ ഗൾഫിൽ നിന്നൊരു സുഹൃത്ത് എന്നെ കാണാൻ വേണ്ടി വന്നു. എൻ്റെ പണ്ടത്തെ മദ്യപാനത്തിലെ ഒരു കൂട്ടുകാരൻ, നല്ല സോഷ്യൽ മദ്യപാനി. ഞാൻ എൻ്റെ സ്പോൺസറോട് ഞാൻ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യുന്നത്? അവൻക്ക് ഞാനൊരു കമ്പനി കൊടുക്കണം എന്നാണ് പറയുന്നത്, എന്ത് ചെയ്യണം? എൻ്റെ സ്പോൺസർ എന്നോട് പറഞ്ഞു, ഷെരീഫെ, ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കുക. അതേസമയം ഒഴിവാക്കാൻ പറ്റാത്തൊരാളാണെങ്കിൽ, അഥവാ എത്രയോ കാലം കൂടിയിട്ട് നിൻ്റെ അടുത്തേക്ക് വരുന്നതല്ലേ, നീ ഒരു കാര്യം ചെയ്യുക, നിൻ്റെ അറിവിലുള്ള നിൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഒരു നല്ലൊരു മദ്യപാനി അഥവാ സോഷ്യൽ ഡ്രിങ്കറെ നീ കൂടെ കൂട്ടുക. അയാൾ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന ഒരാളെ നീ കൂടെ കൂട്ടുക. ആ വന്ന നിൻ്റെ സുഹൃത്തിനെയും കൂടെ കൂട്ടി ഒരു ബാറിൽ പോയിരിക്കുക. അവർ രണ്ടാളും മദ്യപിച്ചുകൊണ്ട് സംസാരിക്കട്ടെ. നീ നല്ലോണം ഭക്ഷണവും കഴിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്നിരിക്കുക. അവൻ അവോയ്ഡ് ചെയ്ത് എന്നുള്ളത് വേണ്ട. അതിൽ എനിക്ക് കിട്ടുന്ന ഒരു മെച്ചവും കൂടി അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. ഒരു സോഷ്യൽ ഡ്രിങ്കർ എന്താണ് എന്നുള്ളത് നിനക്കന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, നീ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ അത് ചെയ്യേണ്ടത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രം. ഒരിക്കലും നീ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് ഒരു കമ്പനി കൊടുക്കാൻ പോകരുത്. ശരിയാണ്, പണ്ടൊക്കെ എനിക്ക് സംഭവിച്ചിരുന്നൊരു കാര്യം, ഞാൻ ഇതേപോലെ വേണ്ടാന്ന് വിചാരിച്ച കുടിയിൽ നിന്ന് വിട്ടു നിൽക്കും. എവിടെയെങ്കിലും പോയി ഇതേപോലെ വിൽ പവർ കാണിക്കാൻ വേണ്ടി ഇരുന്ന് കൊടുക്കും. അവസാനം അയാൾ എന്നോടൊരു ചോദ്യം ചോദിക്കും, അവസാനത്തെ പെഗ്ഗിന്ന് ഒരു അര പെഗ്ഗ് നീ കുടിക്കുന്നോ ഷെരീഫെന്ന്? ഞാൻ അയാളോട് പറയും, ഓ ആയിക്കോട്ടെ, നിൻ്റെ കമ്പനിക്ക് വേണ്ടി. അതെന്നെ വീണ്ടും വീണ്ടും അടുത്തൊരു കുടിയിലേക്ക് എത്തിച്ചിടും. പക്ഷേ ഈ ഒരു രീതി ഞാൻ പ്രാവർത്തികമാക്കിയപ്പോൾ എനിക്കന്ന് അവസാനത്തെ പെഗ് എന്നോട് അദ്ദേഹത്തിന് ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ കൊണ്ടുപോയ എൻ്റെ കൂട്ടുകാരനും അവനുമായിട്ടായിരുന്നു അവസാനത്തെ പെഗ് അവർ സിപ്പ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ AA പ്രോഗ്രാമിൽ നിന്ന് പരിശീലിച്ചത് ഞാൻ പ്രാവർത്തികമാക്കിയപ്പോൾ എനിക്ക് അത്തരം ചില സ്ലിപ്പുകളിൽ നിന്ന് പിന്നീട് എനിക്ക് ഒഴിവാകേണ്ടി വന്നിട്ടുണ്ട്. ആ സ്ലിപ്പുകളൊക്കെ എനിക്ക് മാറ്റി നിർത്താൻ വേണ്ടി വന്നിട്ടുണ്ട്. കുടിക്കണം എന്ന് തോന്നിയ ചില സാഹചര്യങ്ങൾ, എന്തു വന്നാലും വേണ്ടിയില്ല, ഒരു 2 പെഗ് കിട്ടിയേ തോന്നൂ എന്ന് തോന്നിയ ചില സാഹചര്യങ്ങളിൽ എനിക്ക് ആ മദ്യ ഗ്ലാസിൻ്റെയോ മദ്യക്കുപ്പിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ വേണ്ട എന്നുള്ളത് എനിക്ക് 100% തോന്നുകയും ഒരു വിറയൽ എന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വേണ്ടാന്ന്, ഞാനൊരു AA മെമ്പറാണ് എന്നുള്ളൊരു ബോധ്യം, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നത്തിന് പരിഹാരം മദ്യമല്ല
എന്നുള്ളൊരു ബോധ്യം എന്നെ ആ സമയത്തൊക്കെ പിടികൂടിയിട്ടുണ്ട്. കാരണം ഞാൻ തുടർച്ചയായിട്ട് ഞാൻ പ്രോഗ്രാമിലായിരിക്കുന്നത് കൊണ്ടും ആ പ്രോഗ്രാമിലേക്ക് എയുടെ സേവന പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് മറ്റൊരു മദ്യാസക്തനെ സഹായിക്കാൻ പോകുമ്പോൾ അവൻ്റെ ഗതികേട്, അവൻ്റെ ബുദ്ധിമുട്ട്, അവൻ്റെ പ്രശ്നങ്ങൾ അത് ഞാൻ നേരിൽ കാണുകയും ചെയ്യുമ്പോൾ ആ മദ്യക്കുപ്പിയോട് അടുക്കുമ്പോൾ എനിക്ക് തോന്നും, അടുത്ത ഒരു റിലാപ്സിൽ സ്ലിപ്പിൽ ഞാൻ പെട്ടുപോയാൽ ഒരു പക്ഷേ എനിക്ക് കയറി വരാൻ അവസരം ദൈവം തരില്ല. അവനെപ്പോലെ ഭിക്ഷയെടുത്ത് അല്ലെങ്കിൽ മദ്യക്കുപ്പി കയ്യിലുണ്ടായിട്ടും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ട് മാറേണ്ടി വരും എന്നുള്ളത് എനിക്ക് അപ്പം ബോധ്യം വരും. അത് ഞാൻ ഏലുള്ളത് കൊണ്ടാണ് ബോധ്യം വരുന്നത്. ഏലല്ലെങ്കിൽ ഇതൊന്നും ഞാൻ കാണില്ല, ഇതൊന്നും ഞാൻ കേൾക്കില്ല, ഞാൻ ആ സേവന പരിപാടിയിൽ ഞാൻ പോകില്ല, ഒരു മദ്യാസക്തനെ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ എവിടെയാണ് എനിക്ക് ഓർമ്മ വരിക ഞാൻ അവനെപ്പോലെ ആകുമെന്നുള്ളത്? അതുകൊണ്ട് തന്നെ എയുടെ പ്രോഗ്രാമിലായിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ശാരീരികമായിട്ടുള്ള സുബോധാവസ്ഥ നിലനിർത്തുന്നതിന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശരിയായിട്ടുള്ള ഉറക്കം ഷെരീഫെ നിനക്ക് ആവശ്യമാണ്, ശരിയായ രീതിയിലുള്ള ഭക്ഷണം നിനക്ക് ആവശ്യമാണ്, ശരിയായിട്ടുള്ള ഒരു വ്യായാമം നിനക്ക് ആവശ്യമാണ്. മാനസികമായിട്ടുള്ള സുബോധാവസ്ഥക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശരിയായ രീതിയിലുള്ള ചിന്തകൾ നിനക്ക് ആവശ്യമാണ്. അത് കുറ്റബോധത്തിൻ്റെ ചിന്തകളാകരുത്, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ചിന്തകളാകരുത്. അതിനെയൊക്കെ ആവശ്യമുള്ളപ്പോൾ മാത്രം തുറന്നു വെക്കുക, അല്ലാത്തപ്പോൾ കുട്ടി അടക്കേണ്ടതില്ല ചാരിയിടുക, ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ. അത് നിൻ്റെ സുബോധാവസ്ഥക്ക് ഗുണകരമാണെങ്കിൽ അതിനെ തുറന്നു നോക്കി അതിൽ നിന്ന് ചിലതെടുക്കുക. അല്ലാതെ ഏത് നേരവും കുടിച്ച കാലത്ത് മുങ്ങാങ്കുഴിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ നീ ഏറ്റെടുക്കേണ്ടതില്ല. അപ്പോൾ അതിനെപ്പോഴും ചിന്തിച്ചുകൊണ്ട് ആ ഒരു വിഷാദ രോഗത്തിലോട്ടോ കുറ്റബോധത്തിലോട്ടോ നീങ്ങുന്നതിന് പകരം ഇന്നത്തെ 24 മണിക്കൂറിൽ നീ ആരോടൊപ്പമാണോ ഉള്ളത്, നീ എങ്ങനെയാണുള്ളത്? ചിലപ്പം പണം കയ്യിലില്ലാത്ത രീതിയിലായിരിക്കും, ചിലപ്പം വളരെ തിരക്കുള്ള രീതിയിലായിരിക്കും, ചിലപ്പം നിനക്ക് ഇഷ്ടപ്പെടാത്ത സുഹൃത്തുക്കളോടൊപ്പമോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഒപ്പമോ ആയിരിക്കും, ഇഷ്ടപ്പെടാത്ത കാലാവസ്ഥയിലായിരിക്കും നീ. ഏത് രീതിയിലാണെങ്കിലും അതിനെ അതേപടി സ്വീകരിച്ചുകൊണ്ട് നിനക്ക് ഇന്നത്തെ ഒരു ദിവസം മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ നിനക്കൊരു മാനസികമായിട്ടുള്ളൊരു സുബോധാവസ്ഥ നിന്നിലുണ്ടാകും. ഇനി ചിലപ്പം ചില ആളുകൾക്ക് മരുന്ന് കുടിക്കേണ്ടതായിട്ട് വരും മാനസിക സുബോധാവസ്ഥക്ക്. വിഷാദ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അതിന് ഡോക്ടറെ കാണേണ്ട ഇതാണെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടതായിട്ടുണ്ട്, അതിന് മരുന്ന് കുടിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കൗൺസിലിംഗ് ആവശ്യമുണ്ടോ? തുടർ കൗൺസിലിങ്ങുകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. അല്ലാതെ ഇത്തരം കാര്യങ്ങൾ, മാനസിക പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ എല്ലാം എയിൽ നിന്ന് പരിഹരിക്കപ്പെടും, അതിൽ നിന്ന് മരുന്ന് കിട്ടും എന്ന് വിചാരിച്ച് നിന്നാൽ ചിലപ്പോൾ സ്ലിപ്പിലോട്ടോ റിലാപ്സിലോട്ടോ എത്തിപ്പെടും. അതുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടാക്കി തരിക ആൽക്കഹോളിക്സ് അനോണിമസിന് സാധിക്കും. ജോലി ഇല്ലെങ്കിൽ ജോലി നേടണം, അതല്ലാണ്ട് ജോലിയൊന്നും തരില്ല. ജോലി നേടണമെങ്കിൽ പഠിക്കണമെന്നോ അല്ലെങ്കിൽ പരീക്ഷ എഴുതണമെന്നോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമം തുടങ്ങണമെന്നോ മനസ്സിലാക്കി തരും. അതുപോലെയാണ് നമുക്കൊരു രോഗമുണ്ടെങ്കിൽ, മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കാണണമെങ്കിൽ ഡോക്ടറെ കാണണം, സൈക്കാട്രിസ്റ്റിനെ, സൈക്കോളജിസ്റ്റിനെ, കൗൺസിലറെ ആരെ വേണമെങ്കിലും സമീപിക്കണം. മീറ്റിങ്ങിലോട്ട് കടന്നു ചെല്ലണം. നമ്മുടെ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങളെ നമ്മൾ സത്യസന്ധമായിട്ട് തുറന്ന് പറയണം. മറ്റുള്ളവരുടെ അനുഭവങ്ങളെ നമ്മൾ കേൾക്കണം. ഇനി വീട്ടിൽ നിന്ന് ഒറ്റപ്പെടുന്ന ചില ആളുകളുണ്ട്. അവർ ഒറ്റപ്പെട്ടിരുന്ന് ചിന്തിച്ച് കൂടി വിഷാദ രോഗത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ വരുന്ന അതിനുള്ള ഒരു പോംവഴിയാണ് പ്രോഗ്രാം. മീറ്റിങ്ങിലേക്ക് കടന്നു ചെല്ലുക, നമ്മൾ ഉൾക്കൊള്ളുന്ന, മനസ്സിലാക്കുന്ന, സ്വീകരിക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ അവിടെ ഉണ്ട്. അവരുടെ ഇടയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക, നമ്മുടെ പ്രശ്നങ്ങളെ അവിടെ തുറന്നു പറയുക.
സ്വകാര്യതയിൽ പറയേണ്ട പ്രശ്നങ്ങളാണെങ്കിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയെ സമീപിക്കുക. അദ്ദേഹത്തോട് അത്തരം സ്വകാര്യത നമ്മൾ തുറന്ന് പറയണമെങ്കിൽ പറയുക. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ ആത്മീയ സുബോധാവസ്ഥക്കാണ്. ചിലപ്പോൾ ചില ആളുകൾ പ്രാർത്ഥിക്കും. എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുക? നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ളതാ അപേക്ഷയാണ്. എനിക്ക് സാമ്പത്തികം തരണം, എനിക്ക് ജോലി തരണം, എൻ്റെ മക്കളെ ഡോക്ടറാക്കണം, എൻ്റെ മക്കളെ എൻജിനീയറാക്കണം, അതിനെന്നെ സഹായിക്കണേ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് എന്താ? ഞാനങ്ങനെ പ്രാർത്ഥിച്ചതാ തുടക്കത്തിൽ. ഞാൻ കുടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ദൈവം എനിക്ക് ചില അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിപ്പിച്ചിരുന്നു. അപ്പോൾ ഇനിയും കുറേ അത്ഭുതങ്ങൾ ദൈവം എനിക്ക് തരും. അത് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, ജോലി, മക്കളുടെ വിദ്യാഭ്യാസം. അപ്പോൾ പ്രാർത്ഥിച്ചാൽ മതി. ഞാനങ്ങ് പ്രാർത്ഥിക്കും. ഇത് കിട്ടാതെ ആകുമ്പോൾ എനിക്ക് അസ്വസ്ഥത തോന്നി തുടങ്ങും. ഞാനും ശക്തിയുമായിട്ടുള്ള ഒരു ബന്ധം അങ്ങ് ഇല്ലാതെയാകും. എന്തിനി ഈ ദൈവത്തിൽ വിശ്വസിക്കണം? ഈ ദൈവം എന്നെ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളായി പിന്നെ പ്രാർത്ഥന ഉപേക്ഷിക്കും. പതിയെ പ്രോഗ്രാമിൽ പോകാനുള്ള മനസ്സ് എനിക്കുണ്ടാവില്ല. എല്ലാത്തിലും കുറ്റം കാണാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ ആയിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഒരു ആത്മീയ പാപ്പരത്വം കൂടിയാണ്, ഒരു ആത്മീയ രോഗവും കൂടിയാണ് ആൽക്കഹോളിസം എന്നുള്ളത്. ഞാൻ ദൈവഹിതത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കണം. ദൈവം എൻ്റെ മേൽ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നടത്തട്ടെ ദൈവം. അങ്ങനെ നടത്തി തരുമ്പം അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന അതാണ് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിലോ അതിനുള്ള ശക്തി എനിക്ക് തരണമേ എന്നുള്ളത് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാവൂ. മറ്റൊന്ന്, ധ്യാനം ഞാൻ പരിശീലിക്കാം. ധ്യാനം എന്നുള്ളത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തോടുള്ള എൻ്റെ അപേക്ഷയാണ്. എനിക്ക് ശക്തി തരണമേ എന്നുള്ള, എന്തിനേയും നേരിടാനുള്ള, സുഖത്തെയും ദുഃഖത്തെയും നേരിടാനുള്ള. പക്ഷേ ധ്യാനമാകുമ്പോഴോ ധ്യാനത്തിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ഏകാഗ്രത എനിക്ക് ലഭിക്കാൻ തുടങ്ങും. ദൈവം എൻ്റെ മേൽ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളതും ഇപ്പോൾ നടപ്പിൽ വരുത്തുന്നത് എന്നുള്ളതും എനിക്ക് മനസ്സിലാകും. അതിലെനിക്കൊരു ശക്തി എനിക്ക് ലഭിക്കും. അല്ലാതെ ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നിട്ടിട്ട് അത് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തോട് നീരസമുള്ള വ്യക്തിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ആത്മീയ സുബോധാവസ്ഥയിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ ഇപ്പം ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. കാരണം എനിക്കൊരു വിശ്വാസമുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ആ മതപരമായിട്ടുള്ള രീതി തന്നെ ഇപ്പം ഞാൻ പിന്തുടർന്നു പോകുന്നു. എളുപ്പം അതായതുകൊണ്ട് അതിലെന്തെങ്കിലും കുറവുകളോ കോട്ടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ചില കുറവുകൾ ഉണ്ടാകും എല്ലാ കാര്യത്തിനും. പക്ഷെ എനിക്കതൊരു സംതൃപ്തി തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ അമ്പലങ്ങളായാലും പള്ളിയൊക്കെ ആണെങ്കിലും അതിൽ പോകാൻ താല്പര്യമുള്ളവർ പോവുക തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ ഒരു ചർച്ചിലോ ഒക്കെ പോയി ഇറങ്ങി വരുമ്പോൾ നമുക്ക് നീരസമുള്ളൊരു വ്യക്തിയോ അല്ലെങ്കിൽ വിദ്വേഷമുള്ളൊരു വ്യക്തിയോ ഒക്കെ നമ്മുടെ മുമ്പ് കൂടെ പോയാൽ നമുക്കതൊന്നും അയാളോട് പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ, ആ സമയത്ത് നമുക്ക് എന്തോ ഒരു എനർജി നമ്മളുടെ ഉള്ളിലുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായി നമ്മൾ അതിൽ പോകുമ്പോൾ എന്തൊക്കെയോ ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പം ആ ഒരു ആത്മീയ ഉണർവ്, ആത്മീയ സുബോധാവസ്ഥ ഉണ്ടാകുന്നത് ആ രീതിയിൽ താല്പര്യമുള്ള ആളുകൾ അത് ചെയ്യുക തന്നെ വേണം. എന്ന് വെച്ച് അമ്പലത്തിലും പള്ളിയിലും ഇതിലൊന്നും പോയിട്ടില്ലെങ്കിൽ അതുണ്ടാവില്ല എന്നുള്ളതാണോ? അല്ല. നമുക്ക് എവിടെ നിന്നും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അതിന് പള്ളിയിലോ അമ്പലത്തിലോ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജോലി എടുക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയുടെ ഇടവേളകളിൽ നമുക്ക് ധ്യാനിക്കാം. നമുക്ക് മറ്റൊരാളെ സഹായിക്കാം. ഇതൊക്കെ ഒരു ആത്മീയ സുബോധാവസ്ഥയുടെ ഭാഗമാണ്. ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എന്താണ് വരുന്നത്?
അവിടെ ഒരു അഹങ്കാരം നമ്മളിൽ കുമിഞ്ഞു കൂടി വരുന്നു. ഓ, ഞാനിപ്പോൾ കുടിയൊക്കെ നിർത്തി, 10 കൊല്ലമായി, ഓ 15 കൊല്ലമായി, ഓ 5 കൊല്ലമായി, ഞാനിപ്പോൾ കുറേ ആൾക്കാർക്ക് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരും. ചില ആളുകൾ നമ്മുടെ തോളിൽ തട്ടിയിട്ട് പറയും, "ഓ, സൂപ്പർ ഷരീഫേ." മറ്റൊന്നും കൂടിയുണ്ട്, നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴും അതിന് ശേഷമൊക്കെ നമ്മൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ സുഖവും സന്തോഷമൊക്കെ. പലപ്പോഴും അങ്ങനെയല്ലേ? ഒരാൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്താൽ നമ്മൾ അസ്വസ്ഥനാകും. അത് വീട്ടുകാരായിക്കൊള്ളട്ടെ, സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, ആരെങ്കിലും നമുക്കിഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്താൽ മതി, നമ്മൾ അന്നേരം അസ്വസ്ഥനായി. അപ്പം മറ്റുള്ളവരെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ആശ്രയത്വം അങ്ങ് ഉപേക്ഷിക്കുക എന്നുള്ളതായി എയിൽ പറയുന്നത്. മറ്റുള്ളവർ നമുക്ക് നൽകുന്ന സന്തോഷത്തെയോ സമാധാനത്തെയോ നമ്മൾ ആഗ്രഹിക്കേണ്ടതില്ല. അവർ തന്നാൽ വാങ്ങിക്കുക, ഇനി കിട്ടിയിട്ടില്ലെങ്കിലോ വേണ്ട എന്നുള്ളതാണ്. പലപ്പോഴും കുടിയിൽ നിന്നൊക്കെ വിട്ടുനിന്ന് മീറ്റിങ്ങിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളുകളുടെ ഒരു പരാതിയാണ്, കുടുംബാംഗങ്ങൾ അല്ലനോൺ മീറ്റിങ്ങിൽ വരുന്നില്ല, അതുകൊണ്ട് തന്നെ വീട്ടിലൊരു സുഖവും സന്തോഷവും ഇല്ല എന്നുള്ളത്. നമ്മളെപ്പോലെ തന്നെ ഒരു രോഗികളാണ് അവർ എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് മീറ്റിങ്ങിൽ പോകാനുള്ള ഒരു വിരക്തി തോന്നുന്ന സമയങ്ങൾ പോലെ തന്നെ അവർക്കൊരു അല്ലനോൺ മീറ്റിങ്ങിൽ പോകാനുള്ള വിരക്തി ഉണ്ടാകും. ഇവിടെ ആരാണ് അവരെ മീറ്റിങ്ങിൽ അല്ലനോൺ മീറ്റിങ്ങിലേക്ക് എത്തിക്കേണ്ടത്? ഒരു പക്ഷേ നമ്മൾ തന്നെ അതിനൊരു പിന്തുണ അവർക്ക് കൊടുക്കണം. നമുക്ക് അവരൊരു പിന്തുണ തരണമെങ്കിൽ അവരെയും കൂടി നമ്മളൊന്ന് പിന്തുണയ്ക്കേണ്ടതായിട്ടുണ്ട്, അല്ലനോൺ മീറ്റിങ്ങിലേക്ക് എത്തിക്കാനും ഒക്കെ. അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് നമ്മൾ അവരെ ആശ്രയിക്കാതെ നമ്മുടെ വീട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക. അല്ലെങ്കിൽ അവൾ സ്നേഹം തന്നില്ല, അവൾ ബഹുമാനം തന്നില്ല, അവൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല, അവഗണിക്കുന്നു, അതിനെക്കൊണ്ടൊരു സന്തോഷവും സമാധാനവും ഇല്ല. ആര് പരിഗണിച്ചിട്ടില്ലെങ്കിലും സ്നേഹിച്ചിട്ടില്ലെങ്കിലും അവഗണിക്കുകയാണെങ്കിലും അവനവനെ പരിഗണിച്ചാൽ, ആശ്രയിച്ചാൽ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ ഇതൊക്കെ വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് സിമ്പിള്? കുടിച്ചു കൊണ്ടിരുന്നപ്പോൾ ചെയ്തതിൻ്റെ നേരെ വിപരീതം ചെയ്താലും ഈ കാര്യങ്ങളൊക്കെ നടക്കും. കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ സ്വാർത്ഥനായിരുന്നു, മറ്റുള്ളവർക്ക് എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് പ്രശ്നങ്ങളില്ലായിരുന്നു, എൻ്റെ കാര്യം നടക്കണം. അത് ഏത് കാര്യത്തിലായാലും, സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും, ഭക്ഷണത്തിൻ്റെ ആയാലും, പൈസൻ്റെ കാര്യത്തിലായാലും, മാന്യതയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും മറ്റുള്ളവർക്ക് പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടില്ല, നമുക്ക് കിട്ടണം എന്നുള്ളതായിരുന്നു. വന്നപ്പോൾ അതിൻ്റെ നേരെ തിരിച്ച് നമ്മൾ ചെയ്യുന്നു. എനിക്കൊരു മാന്യത ആര് കൽപ്പിച്ചു തരണ്ട, മറ്റുള്ളവർക്ക് കൂടി ആകുകയാണെങ്കിൽ എനിക്കൊരു കാര്യവും നടക്കേണ്ട. ഇതൊക്കെയല്ലേ നമ്മൾ വരുമ്പോൾ മറ്റുള്ള ഒരുത്തനെ സങ്കടപ്പെടുത്തിയിട്ടോ അവനെ ബുദ്ധിമുട്ടിലാക്കിയിട്ടോ നമുക്കൊന്നും നേടണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാട്, അതൊരു ആത്മീയ ജീവിത രീതിയുടെ ഭാഗമാണ്. അപ്പോൾ വരുമ്പോൾ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നാളെ കുടിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഇന്ന് കുടിക്കുന്നില്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. നേരെ വിപരീതം. അത് നാളെ മാറ്റി ഇന്നത്തേക്ക് മാറ്റുന്നു. എന്നെ ആരും സ്നേഹിച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, ഞാൻ എല്ലാവരെയും സ്നേഹിക്കും. എന്നെ ആരും ബഹുമാനിച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, ഞാൻ എല്ലാവരെയും ബഹുമാനിക്കും. ഞാൻ ജീവിക്കണം, മറ്റുള്ളവരും ജീവിക്കണം എന്നുള്ളതാണ്. പണ്ടങ്ങനെയല്ല. മറ്റാളുകൾ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, എനിക്ക് ജീവിക്കണം, ആസ്വദിക്കണം, അർമാദിക്കണം. അതിന് ആർക്കെന്ത് ബുദ്ധിമുട്ടുണ്ടായാലും വേണ്ടിയില്ല, വീട്ടുകാർക്കായാലും നാട്ടുകാർക്കായാലും. ഇപ്പം അതൊക്കെ ഒന്നും മാറും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ശാരീരികവും മാനസികവും ആത്മീയവും വൈകാരികവുമായിട്ടുള്ള ഒരു സുബോധാവസ്ഥ കൊണ്ട് ലഘുവായ രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ഈ 4 രീതിയിൽ ഒരു സുബോധാവസ്ഥ ഒരു മനുഷ്യനുണ്ടാവുന്ന ഒരു ദിവസം പോലും ഒരു സ്ലിപ്പോ ഒരു റിലാപ്സോ സംഭവിക്കില്ല.
ഈ 4 ടയറുള്ളൊരു കാറ് ഓടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടയറിന് പ്രഷർ കുറവാണെങ്കിൽ അത് മറ്റ് 3 ടയറുകളെയും ബാധിക്കും. അതിൽ പോകുന്ന ആളുകളെയും വണ്ടിൻ്റെ എഞ്ചിനെയും ഒക്കെ ബാധിക്കുന്നത് പോലെ തന്നെ ഈ 4 സുബോധാവസ്ഥയിൽ ഏതെങ്കിലും ഒരു സുബോധാവസ്ഥക്ക് കോട്ടം വന്നാൽ മറ്റ് 3 സുബോധാവസ്ഥയെയും അത് ബാധിക്കും. നമ്മൾ ഫിസിക്കലായിട്ടൊരു മദ്യത്തിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് AA മീറ്റിങ്ങുകളിൽ പോവുക എന്നുള്ളത് ഒരു AA മെമ്പറെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം അറിയപ്പെടാത്ത ഒരു സ്ലിപ്പോ അല്ലെങ്കിൽ പ്ലാൻ എടുത്തുകൊണ്ട് പലപ്പോഴും ഒരു സ്ലിപ്പിലോട്ടോ അല്ലെങ്കിൽ ഒരു റിലാപ്സിലോട്ടോ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ മാനസികമായിട്ടുള്ളൊരു കുടിയുടെ തയ്യാറെടുപ്പ് ആരംഭിച്ചിരിക്കും എന്ന് പറയും. ഒരു റിലാപ്സായ ആളുകൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. അങ്ങനെ ഒരു സ്ലിപ്പ് നമ്മളിൽ സംഭവിക്കുന്നതിന് മുമ്പ് അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇനി അങ്ങനെ ഉണ്ടാകുന്ന വ്യക്തികൾ മനസ്സിലാക്കുക, അടുത്തു തന്നെ എനിക്കൊരു റിലാപ്സോ സ്ലിപ്പോ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഒന്ന് വിലയിരുത്തുക. ഞാൻ മീറ്റിങ്ങിൽ പോയിട്ട് എത്രയായി, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എത്രയായി, ഞാനൊരു മെമ്പറുമായിട്ട് സംസാരിച്ചിട്ട് എത്രയായി, ഞാൻ എല്ലാവരിലും കുറ്റം കാണുന്നുണ്ടോ, ഞാൻ എല്ലാവരെയും വിമർശിക്കുന്നുണ്ടോ, ഞാൻ എല്ലാത്തിനോടും ഒരു വിരക്തി എനിക്കുണ്ടോ, ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തൽ നടത്തി നോക്കുക. അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുക. മീറ്റിങ്ങിലേക്ക് ചെല്ലുക, തുറന്നു പറയുക, ഉള്ളിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാകുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് തുറന്നു പറയുക, ചില ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരു റിലാപ്സിൻ്റെയും സ്ലിപ്പിൻ്റെയും ഒക്കെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഒരു റിലാപ്സ് സംഭവിച്ചതിന് ശേഷമോ സ്ലിപ്പ് സംഭവിച്ചതിന് ശേഷമോ അല്ല ഒരു വ്യക്തിയോട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്, അതിനു മുമ്പാണ് എന്നുള്ളത് ഓർക്കുക. എല്ലാവർക്കും